ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീച്ച് ഇംഗ്ലീഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 8ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ലെസൺ ഷേക്സ്പിയറുടെ ദ 7 ഏജസ് ഓഫ് മാൻ ആണ്. അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് എന്നിവയാണ് ഇവിടെ നൽകുന്നത്. വീഡിയോ ലൈക്കും ഷെയറും ചെയ്ത് പോപ്പുലറാക്കിത്തരുമല്ലോ. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന വീഡിയോ കണ്ടു കൂടുതൽ പേരിലേക്ക് എത്തിച്ച എല്ലാവർക്കും, കമന്റുകളിട്ട ഷെനുരാജ്, അച്ചൂസ്, ശ്രീയ, നുസ്രത്ത്, മെഹര് തുടങ്ങിയവർക്കും ആ വീഡിയോ കാരണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കുമെല്ലാം താങ്ക്സ്. ആദ്യം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ലെറ്റ്സ് റീവൈൻഡ് ആൻഡ് റിജോയ്സ്. ക്വസ്റ്റ്യൻ 1. How is infancy, the first stage of life, described? What are the actions associated with it? മനുഷ്യജീവിതത്തിലെ 1ാം ഘട്ടമായ ശൈശവം കവിതയിൽ എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? Infancy is described as a helpless stage. The infant is shown, mewling and puking, in the nurse's arms, which means they cry softly and throw up, indicating their complete dependence. ശൈശവത്തെ നിസ്സഹായാവസ്ഥയിലുള്ള ഒരു ഘട്ടമായാണ് വിവരിച്ചിരിക്കുന്നത്. കുഞ്ഞ് അതിന്റെ നഴ്സിന്റെ കൈകളിൽ കിടന്നു പൂർണ്ണമായ ആശ്രയത്വം സൂചിപ്പിക്കുന്ന വിധം നിർത്താതെ കരയുകയും ഛർദ്ദിക്കുകയും ചെയ്യുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു. Question 2. With which age mentioned in the extract do you identify now? Why? കവിതയിൽ പരാമർശിച്ചിരിക്കുന്ന ഏത് പ്രായക്കാരോടാണ് നിങ്ങൾ താദാത്മ്യം പ്രാപിക്കുന്നത്? അതായത് ഏത് വിഭാഗത്തിലാണ് നിങ്ങളെന്നാണ് സ്വയം തിരിച്ചറിയുന്നത്? എന്തുകൊണ്ട്? As an 8th standard student, I mostly identify with the whining schoolboy stage. ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥി എന്ന നിലയിൽ, ഞാൻ കൂടുതലും മുറുമുറുക്കുന്ന സ്കൂൾ കുട്ടി എന്ന ഘട്ടവുമായാണ് താദാത്മ്യം പ്രാപിക്കുന്നത്. The poem says he goes unwillingly to school, which sometimes matches how I feel, especially when there is a lot of studying or early mornings. കവിതയിൽ അവൻ മനമില്ലാ മനസ്സോടെ സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറയുന്നു. കൂടുതൽ പഠിക്കാനോ അതിരാവിലെ ഉണരാനോ ഉള്ളപ്പോൾ എനിക്കിങ്ങനെ തോന്നാറുണ്ട്. What are the qualities attributed to the soldier? What does he seek? സൈനികന് എന്തെല്ലാം ഗുണങ്ങളാണ് കൽപ്പിച്ചിരിക്കുന്നത്? അവൻ എന്താണ് തേടുന്നത്? The soldier is described as fierce and brave, ready for a fight, and very protective of his honor. സൈനികനെ വീരനും ധൈര്യശാലിയും പോരാട്ടത്തിന് തയ്യാറുള്ളവനും തന്റെ അഭിമാനത്തെ സംരക്ഷിക്കാൻ അതീവ ശ്രദ്ധാലുവുമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. He seeks the bubble reputation, which means fame or glory that is temporary and easily lost, even risking his life for it. കുമിള പോലെ നശിക്കുന്ന പ്രശസ്തി, ബബിൾ റെപ്യൂട്ടേഷൻ ആണ് അവൻ തേടുന്നത്. അതായത് താൽക്കാലികവും എളുപ്പത്തിൽ നഷ്ടപ്പെടുന്നതുമായ പ്രശസ്തി അഥവാ മഹത്വം, അതിനുവേണ്ടി അവൻ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്താൻ തയ്യാറാണ്. How does the writer describe the 6th stage of life? എഴുത്തുകാരൻ ജീവിതത്തിലെ 6ാമത്തെ ഘട്ടത്തെ എങ്ങനെയാണ് വിവരിക്കുന്നത്? How does this age contrast with the earlier stages? ഈ ഘട്ടം മുൻഘട്ടങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? The 6th stage describes an old, very thin man, lean and slipper deep pantaloon, who wears spectacles and has a weak, childish-sounding voice. 6ാം ഘട്ടത്തിൽ വിവരിക്കപ്പെടുന്നത് പ്രായമായ, വളരെ മെലിഞ്ഞ ഒരാളെയാണ്. അയാൾ കണ്ണട വെക്കുകയും ദുർബലവും കുട്ടികളെപ്പോലെയുള്ളതുമായ ശബ്ദത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു. This contrasts with earlier stages that showed physical strength, a strong voice, and active involvement in the world. ഈ ഘട്ടം മുൻഘട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്, കാരണം മുൻഘട്ടങ്ങളിൽ ശാരീരിക ശക്തിയും ശക്തമായ ശബ്ദവും ലോകകാര്യങ്ങളിൽ സജീവമായ പങ്കാളിത്തവുമാണ് കാണിച്ചിരുന്നത്. Now, read the extract again and complete the table below. തന്നിരിക്കുന്ന ഭാഗം വീണ്ടും വായിച്ച് താഴെയുള്ള പട്ടിക പൂർത്തിയാക്കുക. ഏജ്, സ്റ്റേജ്, പ്രായം, ഘട്ടം, ഡിസ്ക്രിപ്ഷൻ, വിവരണം, കീ ഇമേജറി, പ്രധാന രൂപകൽപ്പന, ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ. ഇൻഫന്റ്, ശിശു, ഹെൽപ്ലെസ് ന്യൂബോൺ, നിസ്സഹായനായ നവജാത ശിശു, മ്യൂളിംഗ് ആൻഡ് പ്യൂക്കിംഗ്, കരയുകയും ഛർദ്ദിക്കുകയും ചെയ്യുക, ഇന്നോസെന്റ്. വൾനറേബിൾ, നീഡി, ക്രൈയിങ്, ത്രോയിങ് അപ്പ്, നിഷ്കളങ്കൻ, ദുർബലൻ, ആശ്രയിക്കുന്നവൻ, കരയുന്നവൻ, ഛർദ്ദിക്കുന്നവൻ. സ്കൂൾ ബോയ്, സ്കൂൾ കുട്ടി, ചൈൽഡ് സ്റ്റാർട്ടിംഗ് സ്കൂൾ, സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന കുട്ടി, വൈനിങ്, സാച്ചൽ, ക്രീപ്പിംഗ് ലൈക്ക് സ്നേൽ, മുറുമുറുക്കുന്ന, പുസ്തകസഞ്ചിയുള്ള. ഒച്ചിനെപ്പോലെ ഇഴയുന്ന, കംപ്ലെയിനിങ്, സ്ലോ, റിലക്റ്റന്റ് ടു ലേൺ, പരാതി പറയുന്ന, സാവധാനമുള്ള, പഠിക്കാൻ മടി കാണിക്കുന്ന. ലവർ, കാമുകൻ, യങ് മാൻ ഇൻ റൊമാന്റിക് ലവ്, പ്രണയത്തിലുള്ള യുവത്വം, sighing like furnace,
വോഫുൾ ബാലഡ് ചൂള പോലെ നെടുവീർപ്പിടുന്ന ദുഃഖകരമായ ഗാനം അമോഷണൽ. എക്സാജറേറ്റഡ് അഫെക്ഷൻ കമ്പോസിംഗ് ഡെക്ലറേഷൻസ് വൈകാരികൻ അമിത സ്നേഹം പ്രകടിപ്പിക്കുന്ന പ്രണയപ്രഖ്യാപനം നടത്തുന്ന. സോൾജർ സൈനികൻ യങ് മാൻ സീക്കിംഗ് ഓണർ അഭിമാനം തേടുന്ന യുവാവ്. സ്ട്രേഞ്ച് ഓത്സ് ബിയർഡഡ് ലൈക്ക് പാർഡ് സീക്കിംഗ് ബബിൾ റെപ്യൂട്ടേഷൻ വിചിത്രമായ ശപഥങ്ങൾ പുള്ളിപ്പുലിയെപ്പോലെ താടിരോമമുള്ള. കുമിള പോലെയുള്ള പ്രശസ്തി തേടുന്ന ബ്രേവ് ഫിയേഴ്സ് ക്വിക്ക് ടു ആങ്കർ ആംബിഷ്യസ് ഫോർ ഫെയിം ധീരൻ ഉഗ്രൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രശസ്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന. ജസ്റ്റിസ് ന്യായാധിപൻ മിഡിൽ ഏജ്ഡ് വൈസ് മധ്യവയസ്കനായ ജ്ഞാനി ഫെയർ റൗണ്ട് ബെലി സെവിയർ ഐസ്. ഫോർമൽ ബിയർഡ് വൈസ് സോസ് വലിയ വയർ ഗൗരവമുള്ള കണ്ണുകൾ ഔപചാരികമായ താടി ജ്ഞാനമുള്ള വാക്കുകൾ വെൽ ഫെഡ് സീരിയസ് ഓഥോറിറ്റേറ്റീവ് ഡിസ്പെൻസിംഗ് ഒപ്പീനിയൻസ് നന്നായി ഭക്ഷണം കഴിക്കുന്ന ഗൗരവമുള്ള അധികാരി അഭിപ്രായങ്ങൾ നൽകുന്ന. ഓൾഡ് മാൻ പാന്റലൂൺ വൃദ്ധൻ എൽഡർലി. ഫിസിക്കൽ ഡിക്ലൈൻ പ്രായമായ ശാരീരികമായി ക്ഷയിച്ച ലീൻ സ്ലിപ്പർ ഡി സ്പെക്ടക്കിൾസ് പൗച്ച് ഷ്രങ്ക് ഷാങ്ക് മെലിഞ്ഞ ചെരുപ്പുള്ള കണ്ണടയുള്ള സഞ്ചിയുള്ള ചുരുങ്ങിയ കാലുകളുള്ള. വീക്ക് ഫ്രെയിൽ ലൂസ് ക്ലോത്ത്സ് തിൻ ലെഗ്സ് വീക്ക് വോയ്സ് ദുർബലൻ ശോഷിച്ച അയഞ്ഞ വസ്ത്രങ്ങൾ മെലിഞ്ഞ കാലുകൾ. ദുർബലമായ ശബ്ദം. ഫൈനൽ സ്റ്റേജ് അവസാനഘട്ടം. എക്സ്ട്രീം ഓൾഡ് ഏജ് റിസെംബിൾസ് ഇൻഫൻസി അങ്ങേയറ്റം പ്രായം ശൈശവത്തോട് സാമ്യം. സാൻസ് ടീത്ത് സാൻസ് ഐസ് സാൻസ് ടേസ്റ്റ് സാൻസ് എവറിഥിങ് പല്ലില്ലാതെ കണ്ണില്ലാതെ രുചിയില്ലാതെ ഒന്നുമില്ലാതെ. കംപ്ലീറ്റ്ലി ഹെൽപ്ലെസ് നോ സെൻസസ് ഫേഡിംഗ് ഇൻ ടു ഒബ്ലിവിയൻ പൂർണ്ണമായും നിസ്സഹായൻ വിവേചന ശക്തി നഷ്ടപ്പെട്ട വിസ്മൃതിയിലേക്ക് മാഞ്ഞുപോകുന്ന. ബി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ടേബിൾ discuss the points and write a brief paragraph summarizing the central theme of the extract with the help of the guidelines given below. പട്ടിക പൂർത്തിയാക്കിയ ശേഷം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും താഴെ കൊടുത്തിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ഉപയോഗിച്ച് ഈ ഭാഗത്തിന്റെ പ്രധാന ആശയം സംഗ്രഹിച്ച് ഒരു ചെറിയ ഖണ്ഡിക എഴുതുകയും ചെയ്യുക. The Seven Ages of Man written by William Shakespeare is from As You Like It. The Seven Ages of Man വില്യം ഷേക്സ്പിയർ എഴുതിയതും ആസ് യു ലൈക്ക് ഇറ്റ് എന്ന നാടകത്തിൽ നിന്ന് എടുത്തതുമാണ്. ഇറ്റ് കമ്പയർസ് ദ വേൾഡ് ടു എ സ്റ്റേജ് വെയർ പീപ്പിൾ ആർ ആക്ടേഴ്സ്. ഇത് ലോകത്തെ ഒരു സ്റ്റേജായി താരതമ്യം ചെയ്യുന്നു. അവിടെ ആളുകൾ അഭിനേതാക്കളാണ്. ദി എക്സ്ട്രാക്ട് ഔട്ട്ലൈൻസ് 7 ഡിസ്റ്റിങ്ക്ട് സ്റ്റേജസ് ഓഫ് എ ഹ്യൂമൻസ് ലൈഫ്. മനുഷ്യന്റെ ജീവിതത്തിലെ 7 വ്യത്യസ്ത ഘട്ടങ്ങളെ ഈ ഭാഗം വ്യക്തമാക്കുന്നു. ഫസ്റ്റ് ദി ഇൻഫന്റ് ക്രൈസ് ആൻഡ് നീഡ്സ് കെയർ. ആദ്യഘട്ടത്തിൽ ശിശു കരയുകയും പരിചരണം ആവശ്യമുള്ളവനുമാകുന്നു. നെക്സ്റ്റ് ദ സ്കൂൾ ബോയ് കംപ്ലെയിൻസ് ആൻഡ് ഗോസ് ടു സ്കൂൾ അൺവില്ലിംഗ്ലി. അടുത്തതായി സ്കൂൾകുട്ടി പരാതി പറയുകയും മനസ്സില്ലാമനസ്സോടെ സ്കൂളിലേക്ക് പോകുകയും ചെയ്യുന്നു. ദെൻ ദ ലവർ സൈസ് റൊമാൻറ്റിക്ലി ഫോളോഡ് ബൈ ദ സോൾജർ സീക്കിംഗ് ക്വിക്ക് ഫെയിം ഈവൻ ഇൻ ഡേഞ്ചർ. പിന്നീട് കാമുകൻ പ്രണയാതുരമായി നെടുവീർപ്പിടുന്നു. അതിനുശേഷം സൈനികൻ അപകടം മുന്നിൽ കാണുമ്പോൾ പോലും പെട്ടെന്നുള്ള പ്രശസ്തി തേടുന്നു. ആഫ്റ്റർ ദാറ്റ് ദ ജസ്റ്റിസ് ജഡ്ജ് ഗിവ്സ് വൈസ് അഡ്വൈസ്. അതിനുശേഷം നീതിമാൻ ന്യായാധിപൻ വിവേകപൂർണമായ ഉപദേശം നൽകുന്നു. ദ സിക്സ്ത് സ്റ്റേജ് ഷോസ് എ ഫ്രെയിൽ ഓൾഡ് മാൻ വിത്ത് എ വീക്ക് വോയിസ്. ആറാം ഘട്ടം ദുർബലമായ ശബ്ദമുള്ള ഒരു ക്ഷീണിതനായ വൃദ്ധനെ കാണിക്കുന്നു. ഫൈനലി ദ ലാസ്റ്റ് സ്റ്റേജ് ഇസ് ലൈക്ക് എ സെക്കൻഡ് ചൈൽഡ്ഹുഡ് where the person is completely helpless and forgets everything. ഏറ്റവും ഒടുവിൽ അവസാനഘട്ടം ഒരു രണ്ടാം ബാല്യകാലം പോലെയാണ്. അവിടെ വ്യക്തി പൂർണ്ണമായും നിസ്സഹായനും എല്ലാം മറക്കുന്നവനുമാകുന്നു. ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ്. ഓർമ്മിക്കാം പുനഃസൃഷ്ടിക്കാം. ആക്ടിവിറ്റി 1 റീഡ് ദീസ് ലൈൻസ് ഫ്രം ദി എക്സ്ട്രാക്ട്. ഈ ഭാഗത്തുനിന്നുള്ള വരികൾ വായിക്കുക. ആൻഡ് ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സാച്ചൽ. പിന്നീട് മുറുമുറുക്കുന്ന സ്കൂൾകുട്ടി തന്റെ സഞ്ചിയുമായി ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ്. ക്രീപ്പിംഗ് ലൈക്ക് സ്നേൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ. പ്രഭാതത്തിലെ തിളങ്ങുന്ന മുഖവുമായി ഒച്ചിനെപ്പോലെ ഇഴഞ്ഞ് മനസ്സില്ലാമനസ്സോടെ സ്കൂളിലേക്ക്. ഹിയർ ദ റൈറ്റർ കമ്പയർസ് ദ സ്കൂൾ ബോയ്സ് അൺവില്ലിംഗ് വാക്ക് ടു ഗോ ടു സ്കൂൾ ടു എ സ്നേൽസ് സ്ലോ പേസ്. ഇവിടെ എഴുത്തുകാരൻ കുട്ടിയുടെ സ്കൂളിലേക്കുള്ള മനസ്സില്ലാമനസ്സോടെയുള്ള നടത്തത്തെ ഒരു ഒച്ചിന്റെ സാവധാനത്തിലുള്ള നടത്തവുമായി താരതമ്യം ചെയ്യുന്നു. The writer uses the word like to make the comparison. താരതമ്യം ചെയ്യാൻ എഴുത്തുകാരൻ like എന്ന വാക്ക് ഉപയോഗിക്കുന്നു. This is a figure of speech. Do you know what it is?
ഇതൊരു അലങ്കാരമാണ്. അത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആൻസർ: ദിസ് ഫിഗർ ഓഫ് സ്പീച്ച് ഇസ് കോൾഡ് സിമിലി. ഈ അലങ്കാരം ഉപമ, സിമിലി എന്നറിയപ്പെടുന്നു. Simile is a figure of speech that compares two different things using the words like or as. ഉപമ എന്നത് like അല്ലെങ്കിൽ as എന്നീ വാക്കുകൾ ഉപയോഗിച്ച് രണ്ട് വ്യത്യസ്ത കാര്യങ്ങളെ താരതമ്യം ചെയ്യുന്ന ഒരു അലങ്കാരമാണ്. It states that one thing is similar to another. ഒരു കാര്യം മറ്റൊന്നിനോട് സമാനമാണെന്ന് ഇത് പറയുന്നു. Pick out other instances of simile in the extract. ഈ ഭാഗത്തിലെ ഉപമയുടെ മറ്റു ഉദാഹരണങ്ങൾ കണ്ടെത്തുക. Answers. ഉത്തരങ്ങൾ: sighing like furnace, comparing the lover's sigh to a furnace sound. ചൂള പോലെ നെടുവീർപ്പിടുന്ന കാമുകന്റെ നെടുവീർപ്പിനെ ഒരു ചൂളയുടെ ശബ്ദവുമായി താരതമ്യം ചെയ്യുന്നു. Bearded like the pard, comparing the soldier's beard to a leopard spot's beard. പുള്ളിപ്പുലിയെപ്പോലെ താടിയുള്ള സൈനികന്റെ താടിയെ ഒരു പുള്ളിപ്പുലിയുടെ പുള്ളികളോടോ താടിയോടോ താരതമ്യം ചെയ്യുന്നു. B. Consider the first two lines of the extract. What are the two things compared here? ഈ ഭാഗത്തിലെ ആദ്യത്തെ രണ്ട് വരികൾ പരിഗണിക്കുക. ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? All the world's a stage, and all the men and women merely players. ലോകം മുഴുവൻ ഒരു നടനരംഗമാണ്, എല്ലാ സ്ത്രീപുരുഷന്മാരും വെറും നടന്മാരാണ്. Here, the writer uses the figure of speech called metaphor. ഇവിടെ എഴുത്തുകാരൻ രൂപകം, metaphor എന്ന അലങ്കാരം ഉപയോഗിക്കുന്നു. It states that the world is a stage and that we are performers on the stage of life. ലോകം ഒരു രംഗമാണെന്നും നമ്മൾ ജീവിതവേദിയിലെ അഭിനേതാക്കളാണെന്നും ഇത് പറയുന്നു. Answer: the two things compared here are, the world is a stage and men and women are players. ഉത്തരം: ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത് ലോകവും ഒരു സ്റ്റേജും കൂടാതെ സ്ത്രീപുരുഷന്മാരും നടന്മാരും ആണ്. Metaphor is a poetic device that states implicit comparisons without the use of like or as. രൂപകം എന്നത് like അല്ലെങ്കിൽ as എന്നിവ ഉപയോഗിക്കാതെ താൽപ്പര്യമുള്ള താരതമ്യങ്ങൾ പറയുന്ന ഒരു കാവ്യാത്മക ഉപകരണമാണ്. It asserts that two things are identical rather than just similar. ഇത് രണ്ട് കാര്യങ്ങൾ വെറും സമാനമാണെന്ന് പറയുന്നതിനു പകരം സമാനമാണെന്ന് ഉറപ്പിക്കുന്നു. Pick out other instances of metaphor in the extract. ഈ ഭാഗത്തിലെ രൂപകത്തിന്റെ മറ്റു ഉദാഹരണങ്ങൾ കണ്ടെത്തുക. His acts being 7 ages, comparing a man's life stages directly to acts in a play. അവന്റെ പ്രവൃത്തികൾ 7 ഘട്ടങ്ങളായിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതഘട്ടങ്ങളെ ഒരു നാടകത്തിലെ പ്രവൃത്തികളുമായി നേരിട്ട് താരതമ്യം ചെയ്യുന്നു. Bubble reputation, comparing reputation to a fragile, fleeting bubble. കുമിള പോലുള്ള പ്രശസ്തിയെ ഒരു ദുർബലവും ക്ഷണികവുമായ കുമിളയുമായി താരതമ്യം ചെയ്യുന്നു. Second childishness and mere oblivion, comparing extreme old age directly to a second childhood and forgetfulness. രണ്ടാം ബാല്യവും കേവലം വിസ്മൃതിയും അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തെ നേരിട്ട് രണ്ടാം ബാല്യകാലവും മറവിയുമായി താരതമ്യം ചെയ്യുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.